ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആയിട്ട് എൻ്റെ സിസ്റ്ററിന് നാനോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടി പോയതാണ്. അവളെ കുറേ നാളത്തെ ആഗ്രഹമാണത്. തോപ്പുംപടി ലൊക്കേഷൻ വരുന്ന വോഗിലാണ് ഞങ്ങൾ ചെയ്യാൻ പോയത്. ആദ്യം ഒരു ഹെയർ വാഷായിരുന്നു, അതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 5 മണിക്കൂറത്തെ ട്രീറ്റ്മെൻറ്റാണ് ഈ നാനോപ്ലാസ്റ്റിയ എന്ന് പറഞ്ഞത്. നിസാരമല്ല, 5 മണിക്കൂറേ. 1 അവർ ക്രീം അപ്ലൈ ചെയ്ത് ഹെയർ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഹെയറിലോട്ടേക്ക് ആ ക്രീമിലുള്ള നാനോ പാർട്ടിക്കിൾസ് എല്ലാം ഇഞ്ചക്റ്റഡ് ആവുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴേക്കും അറിയാലോ, വിശന്നു. 1 മണിക്കൂർ പോസ്റ്റല്ലേ, അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ ഞങ്ങൾക്ക് ഷേക്കൊക്കെ പ്രൊവൈഡ് ചെയ്തു കോംപ്ലിമെൻ്ററി ആയിട്ട്. നല്ല വിശപ്പുള്ളാറും ഞങ്ങളത് കഴിച്ചു. ഫ്ലോറ ആക്റ്റീവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്രീമാണ് അവർ യൂസ് ചെയ്യുന്നത്. നാനോപ്ലാസ്റ്റി ടെക്നോളജിയിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ക്രീം തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ക്രീം അപ്ലൈ ചെയ്യാൻ 1 അവറും പിന്നെ അതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നതും. പിന്നെ ഹെയർ നല്ലോണം സ്മോക്ക് ചെയ്യും. ഹീറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും അത്യാവശ്യം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ക്രീമിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, നാനോ പാർട്ടിക്കിൾസ് എല്ലാം ഹെയറിലോട്ട് ഇഞ്ചക്റ്റഡ് ആവുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ 5 മണിക്കൂറൊക്കെ പോസ്റ്റായിട്ട് ഇരിക്കുന്നത്. എന്നാലിങ്ങനെ കാണാനൊക്കെ കുറേ ഉള്ളതുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നേച്ച്. അങ്ങനെ ഏറെക്കുറെ സമാഗതമായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന്. അതും ഇപ്പോഴത്തെ നല്ലൊരു അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യാൻ പറ്റിയതിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ മുടി കണ്ടിട്ട് തമന്നയല്ല നീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര കളിയാക്കലായിരുന്നു. കുറച്ച് നാളത്തേക്ക് ഡോഗ് ഷോ ആരംഭിക്കുന്നതാണ് ഗൈസ്. അങ്ങനെ ഉച്ചക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ തന്നെ തോപ്പുംപടിയിലുള്ള സോൾട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോയി. സോൾട്ട് ചെന്നാൽ നേരെ മന്തിയെ പറയുള്ളൂ. ഇത്തവണ ഒരു വെറൈറ്റി മന്തി പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൂലങ്കഷമായി അതിൻ്റെ ഭയങ്കര ചർച്ചയിലായിരുന്നു. അവസാനം മുറാഷ് മന്തിയിലോട്ടെത്തി. ഈ പച്ച കളർ കാണുന്നത് പാലച്ചേരി ഇട്ടുകൊണ്ടാണ് കേട്ടോ. കൊള്ളാം. എപ്പോഴും കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ഉണ്ടായി. വിശപ്പ് ഉള്ളതുകൊണ്ട് കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നേച്ച്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി കഴിക്കാൻ അത് തന്നെ ധാരാളം. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അഡ്വൈസസ്, ആഫ്റ്റർ കെയർ, ഏത് ഷാമ്പു യൂസ് ചെയ്യണം, ഏത് കണ്ടീഷണർ യൂസ് ചെയ്യണം, എങ്ങനെ മുടി കെട്ടണം, എങ്ങനെ ഉറങ്ങണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡൗട്ടില്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ, ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ് കേട്ടോ. സോ അതുവരെ സ്റ്റേ ട്യൂൺ ഫോർ മോർ കോണ്ടൻറ്റ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു.